ദുരിതം പേറി ആലപ്പുഴ ചെങ്ങന്നൂരിലെ KSRTC സ്റ്റാൻഡ് പൊളിച്ചുമാറ്റിയ കെട്ടിടത്തിന് ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാർ രംഗത്ത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങളും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിനായി 1 മാസം മുൻപാണ് നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു തുടങ്ങിയത്. കെട്ടിടം പൊളിച്ചു കഴിഞ്ഞെങ്കിലും യാത്രക്കാർക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ശുചിമുറിക്കുള്ള ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. KSRTC ഇപ്പോൾ 3 ആഴ്ചയുടെ പൊളിച്ചിട്ട സമയത്ത് പോലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെയാണ് KSRTC ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾ വന്ന് കയറി നിൽക്കാൻ പോലും താൽക്കാലിക ഷെഡോ അല്ലെങ്കിൽ മറ്റു രീതികളൊന്നും ചെയ്യാതെ തന്നെയാണ് ഇവിടെ ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. KSRTC സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചു തീർന്നെങ്കിലും ബാക്കി ജോലികൾ തീർന്നിട്ടില്ലെന്നും ഉടൻ തന്നെ ഷെഡ് കെട്ടി യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രവും സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും കൊറിയർ കൗണ്ടറും നിർമ്മിക്കുമെന്നും ചെങ്ങന്നൂർ ATO KR അജീഷ് കുമാർ പറഞ്ഞു. ഏകദേശം പണികൾ പൂർത്തീകരിക്കാറായി. യാത്രക്കാർക്ക് നിൽക്കാനുള്ള കാത്തിരിപ്പ് കേന്ദ്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അതിന് നമ്മളിത് പൊളിക്കുന്ന സ്ഥലത്ത് അതിനുള്ള സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്, ഒരു കൊറിയർ കൗണ്ടർ, യാത്രക്കാരുടെ കാത്തിരിപ്പ് കേന്ദ്രം ഇത്രയും സജ്ജീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണി ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ പണി കഴിയുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. KSRTC സ്റ്റാൻഡിൽ 43 ബസ്സുകളും 2 സ്വിഫ്റ്റ് ബസ്സുകളിലുമായി 42 ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തിങ്കൾ, ശനി ദിവസങ്ങളിൽ 2 അഡീഷണൽ സർവീസോടുകൂടിയുള്ള സ്റ്റാൻഡിൽ സർക്കാർ തിരിച്ചെടുത്ത പഴയ ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്ന പരാതിയുമുണ്ട്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.